ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. വോട്ടെടുപ്പിന് ഇനി 21 ദിവസങ്ങൾ മാത്രം. കേരളത്തിൽ നാളെ ചെറിയ പെരുന്നാൾ. പരപ്പനങ്ങാടി ചെട്ടിപ്പടിയിൽ ചൊവ്വാൽ മാസപ്പിറവി കണ്ടതായി ഖാസിമാർ. മലയാളികൾക്ക് ഈദുൽ ഫിത്തർ ആശംസകൾ നേർന്ന് ഗവർണറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഗൾഫ് മേഖലയിലെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. രാജ്യത്ത് LPG ക്ഷാമമുണ്ടാകേണ്ട സാഹചര്യമില്ലെന്ന് പെട്രോളിയം മന്ത്രാലയം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ 2.8 ലക്ഷത്തോളം പേർ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയതായി കേന്ദ്ര സർക്കാർ. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് ഇനി 21 ദിവസം മാത്രം. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയ മണ്ഡലങ്ങളിൽ മുന്നണികൾ പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കി. വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും സംസ്ഥാനത്ത് തുടരുകയാണ്. BJP ഇന്ന് 39 സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട പട്ടിക പുറത്തിറക്കി. രണ്ടാം ഘട്ട പട്ടിക വൈകാതെ തന്നെ പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം മുന്നോട്ടു പോവുകയാണ്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. നിരവധി പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക സമർപ്പിച്ചു. ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കുന്ന കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി. നാമനിർദ്ദേശ പത്രികകൾ പൊതു അവധി ദിവസങ്ങളിൽ സ്വീകരിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. 24-നാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. 26 വരെ പത്രിക പിൻവലിക്കാം. വോട്ടെണ്ണൽ മെയ് 4 നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യുന്നവർക്ക് അപേക്ഷ നൽകാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലിൽ നിന്ന് ഡൌൺലോഡ് ചെയ്തെടുത്ത ഫോം 12D-യിൽ ബൂത്ത് ലെവൽ ഓഫീസർ മുഖേനയോ നേരിട്ട് റിട്ടേണിംഗ് ഓഫീസർക്കോ അപേക്ഷ നൽകാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. 85 വയസ്സ് പിന്നിട്ടവർക്കും 40% ഭിന്നശേഷിയുള്ളവർക്കുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യാനാവുക. അവശ്യ സേവന വിഭാഗത്തിൽപ്പെട്ട വകുപ്പുകളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് നിയുക്തരായവർ തപാൽ വോട്ടിന് 21 വരെ അപേക്ഷിക്കണം. ഫോം പൂരിപ്പിച്ച് 21 മുൻപായി റിട്ടേണിംഗ് ഓഫീസർക്ക് സമർപ്പിക്കണം. ഏപ്രിൽ 3, 4, 5 തീയതികളിൽ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ വോട്ട് രേഖപ്പെടുത്താം. കേരളത്തിൽ നാളെ ചെറിയ പെരുന്നാൾ. പരപ്പനങ്ങാടി ചെട്ടിപ്പടിയിൽ ചൊവ്വാൽ മാസപ്പിറവി കണ്ടതായി ഖാസിമാർ അറിയിച്ചു. റമദാനിലെ 29 ദിവസം നീണ്ട വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾക്ക് ശേഷമാണ് നാളെ ചെറിയ പെരുന്നാൾ വന്നെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചാണ് നാളെ വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. ഷവ്വാൽ മാസപ്പിറവി കണ്ടതോടെ പള്ളികളിൽ നിന്നും തക്ബീർ ധ്വനികൾ മുഴങ്ങി തുടങ്ങി. രാവിലെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും ഒത്തുകൂടി പെരുന്നാൾ നമസ്കാരങ്ങളിൽ സംബന്ധിക്കും. തുടർന്ന് സൗഹൃദം പങ്കിടും. ഈദുൽ ഫിത്തറിന്റെ പ്രധാനമാണ് ഫിത്തർ സക്കാത്ത്. റമദാനിൽ വിശ്വാസ സമൂഹം നേടിയെടുത്ത മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും സഹോദര സന്ദേശം പ്രചരിപ്പിക്കുവാനും ഈദുൽ ഫിത്തർ പ്രചോദനമാകട്ടെ എന്ന് മതപണ്ഡിതർ പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. എല്ലാ മലയാളികൾക്കും ഗവർണറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈദുൽ ഫിത്തർ ആശംസകൾ നേർന്നു. ആത്മനിയന്ത്രണം, കരുണ തുടങ്ങിയ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഈ ആഘോഷം സമൂഹത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നതായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. അവരന്റെ ദുഃഖത്തിൽ താങ്ങാകാനും മൈത്രിയുടെയും സ്നേഹത്തിന്റെയും സന്ദേശം നാടാകെ പരത്താനും പെരുന്നാൾ ആഘോഷങ്ങൾക്ക് കഴിയട്ടെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസിച്ചു. ത്യാഗം, സ്നേഹം, നന്ദി എന്നിവയാൽ ഈദുൽ ഫിത്തർ ആഘോഷം നൽകുന്ന സന്ദേശമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഗൾഫ് മേഖലയിലെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. നിലവിൽ അസ്ഥിരമായി തുടരുന്ന ആഗോള ഊർജ്ജ വിപണിയെ ഇത് കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അവ ഉടനടി അവസാനിപ്പിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. രാജ്യത്തെ പാചകവാതക ലഭ്യത സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഗാർഹിക ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ ഗ്യാസ് ലഭ്യമാക്കുന്നതിന് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഊർജ്ജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നതിനായും നടപടികൾ സ്വീകരിക്കും. ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലദ്വീപ്സ് എന്നീ രാജ്യങ്ങൾ ഇന്ത്യയുടെ സഹായം തേടിയിട്ടുണ്ടെന്നും വിദേശകാര്യ വക്താവ് അറിയിച്ചു. About energy, we have received requests from several of our neighboring countries. We have received requests from Bangladesh, from Sri Lanka, from Maldives and some other neighboring countries. We are continuing to assist Bangladesh and our other neighbors even currently. This is being done factoring in our own requirement, our refining capacity and our diesel availability.
ഹോർമൂസ് കടലിടുക്കിൽ ഉൾപ്പെടെ പേർഷ്യൻ ഗൾഫിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ ഇന്ത്യൻ കപ്പലുകളും സുരക്ഷിതമാണെന്നും കപ്പലുകൾക്ക് അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ ഏകോപിത ശ്രമങ്ങളിലൂടെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 16 ഇന്ത്യൻ കപ്പലുകൾ മടങ്ങിയെത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യത്തുടനീളം ഗതാഗത ആവശ്യങ്ങൾക്കായി 100% ആഭ്യന്തര PNG CNG വിതരണം ഉറപ്പാക്കിയതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. യുദ്ധ സാഹചര്യം LPGയുടെ കാര്യത്തിൽ നേരിയ ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും ക്ഷാമമുണ്ടാകേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഫെബ്രുവരി 28 മുതൽ ഏകദേശം 2.8 ലക്ഷം യാത്രക്കാർ മേഖലയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി അസീം മഹാജൻ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഖത്തറിലെ ഊർജ്ജ പദ്ധതികൾക്ക് നേരെയുള്ള ആക്രമണം ഇറാൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ സൌത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡിന് നേരെ ഇസ്രയേൽ ആക്രമണം ഇനി ഉണ്ടാകില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങളാണുണ്ടായത്. ആക്രമണം പരമാധികാരത്തോടുള്ള വെല്ലുവിളിയാണെന്നും ഇറാനിയൻ സൈനിക അറ്റാഷമാർ ദോഹ വിടണമെന്നും ഖത്തർ നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഗ്രീൻ പ്രോട്ടോകോൾ സംബന്ധിച്ച് ഉയർന്നു വരാനിടയുള്ള സംശയങ്ങൾ ദൂരീകരിക്കുകയെന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കിയ ഹരിത തെരഞ്ഞെടുപ്പ് 2026 എന്ന കൈപ്പുസ്തകം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പ്രകാശനം ചെയ്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയം ശുചിത്വ മിഷന്റെ സഹകരണത്തോടെയാണ് പുസ്തകം തയ്യാറാക്കിയത്. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ ശനിയാഴ്ച വിധി പ്രഖ്യാപിക്കും. ശിക്ഷ സംബന്ധിച്ച് ഇരുഭാഗത്തിന്റെയും വാദം കേട്ട കോടതി വിധി പറയാൻ കേസ് 21ലേക്ക് മാറ്റുകയായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ വീണ്ടും പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനായി ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി രവികുമാർ. ഏകദേശം 1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആലപ്പുഴ ജില്ലയിൽ വീണ്ടും പക്ഷിപ്പനി എത്തിയത്. ചേത്ര താലൂക്കിലെ മുഹമ്മ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിലാണ് ഇപ്പോൾ പുതുതായി പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ശനിയാഴ്ച ഈ പ്രദേശത്ത് കള്ളിംഗ് ജോലി നടക്കും. രോഗം കണ്ടെത്തിയ സ്ഥലത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ 5961 പക്ഷികളെ കൊന്നൊടുക്കും. ഇതിനായി ദ്രുതകർമ്മ സേനകളെ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനായി കളക്ടർ K ഇമ്പശേഖരന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. കോഴിക്കോട് ഷിഗല്ല ബാധിച്ച 3 വയസ്സുള്ള കുട്ടി മരിച്ചു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പെരുവേൽ സ്വദേശിയായ കുട്ടിയാണ് മരിച്ചത്. പ്രദേശത്തെ കിണറുകളിൽ ക്ലോറിനേഷൻ ഊർജിതമാക്കി. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വൃക്കദാതാവിൽ നിന്ന് വൃക്ക സ്വീകരിച്ച ശ്രേയ എന്ന 10 വയസ്സുകാരി ആശുപത്രി വിട്ടു. 10 മാസം മാത്രം പ്രായമുള്ള ആലൻ ഷെറിൻ എബ്രഹാമിന്റെ 2 വൃക്കകളും ശ്രേയയ്ക്ക് നൽകുകയായിരുന്നു. വൃക്കകൾ തകരാറിലായി ACT ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വിഭാഗത്തിൽ ശ്രേയ ഹീമോഡയാലിസിസ് നടത്തിവരികയായിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സെൻസസ് 2497 പോയിന്റ് താഴ്ന്ന് 74,207-ലും നിഫ്റ്റി 776 പോയിന്റ് നഷ്ടത്തിൽ 23,002-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിലും വൻ ഇടിവ്. പവന് 5,240 രൂപ കുറഞ്ഞ് 1,10,200 രൂപയും ഗ്രാമിന് 13,775 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന ചൂട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ സാധ്യത മനസ്സിലാക്കാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയ ദാമിനി മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്താം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. വോട്ടെടുപ്പിന് ഇനി 21 ദിവസം മാത്രം. കേരളത്തിൽ നാളെ ചെറിയ പെരുന്നാൾ. പരപ്പനങ്ങാടി ചെട്ടിപ്പടിയിൽ ചവ്വാൽ മാസപ്പിറവി കണ്ടതായി ഖാസിമാർ. മലയാളികൾക്ക് ഈദുൽ ഫിത്തർ ആശംസ നേർന്ന ഗവർണറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഗൾഫ് മേഖലയിലെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. രാജ്യത്ത് LPG ക്ഷാമം ഉണ്ടാകേണ്ട സാഹചര്യമില്ലെന്ന് പെട്രോളിയം മന്ത്രാലയം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ 2.8 ലക്ഷത്തോളം പേർ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയതായി കേന്ദ്ര സർക്കാർ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.